ടോൾ ബോയ് ഷോർട്ട് ഗേൾ. ടോൾ ബോയ് ഷോർട്ട് ഗേൾ ആ ഒരു കൺസെപ്റ്റിൽ വന്നൊരു സിനിമയാണ്, ഒരു ലവ് സ്റ്റോറിയാണ്. ലിറ്റിൽ മിസ് റാവുത്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഗൗരി കൃഷ്ണനും ഷേർഷാ ഷെരീഫുമാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷേർഷാ ഷെരീഫ് തന്നെയാണ് ഈ സിനിമയുടെ റൈറ്ററായിട്ട് വരുന്നത്. അപ്പോൾ വിഷ്ണുദേവാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ സംവിധാന സംരംഭമാണ്. സംഗീത് പ്രതാപാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ. ആ സാറിന് എഡിറ്റ് ചെയ്തത് ആരാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാറില്ല. അതെന്താണെന്നുള്ള ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ബോയ് പിന്നെ ടോൾ ബോയ് ഷോർട്ട് ഗേൾ, ഒരു പ്രണയം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു വെച്ചൊരു സംഭവമാണ് ഈ ഒരു സിനിമ. എഡിറ്റിംഗ് ഗംഭീര ഒരു ഗംഭീരമായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ. ആ ഒരു ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു സംഭവമായിരുന്നു. സംഗീത് പ്രതാപാണ് പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കിടിലായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നായകനെ ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക, നായകൻ്റെ ആ ഒരു പെയിൻ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ മിസ് റാവുത്തർ എന്നാണ് ഈ ഒരു സിനിമ. അതായത് നായകൻ്റെ ആ ഒരു പെയിൻ നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. കുറേ ക്രിഞ്ചായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ അത് വേണം, എന്നാലേ ആ സിനിമ ഉള്ളൂ. അതാണ് ആ സിനിമ. അമ്മ, അച്ഛൻ, കാമുകി, അതൊക്കെ ആ നായകൻ്റെ ആ പെയിന് എല്ലാം ആ ഒരു നായകൻ്റെ ആ ഒരു പിന്നെ അതിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. പാട്ടുകളായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും ഒരു കൊച്ചു പരീക്ഷണ ചിത്രമാണ് ഈ ഒരു സിനിമ. ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു സ്റ്റോറി ടെല്ലിങ്, മേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇവരെന്ത് കോപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് ഇറങ്ങി പോകാൻ തോന്നും നമുക്ക്. ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിങ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റിയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്. എന്തായാലും കണ്ടു നോക്കുക. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു സിനിമ. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞു, നായകൻ്റെ ആ ഒരു പെയിനും എല്ലാം നമുക്ക് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു സംഭവം, ആ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പിന്നെ ഒരു 18+ സിനിമയാണ്. 18+ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് ലിപ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. കുറേ ഡയലോഗുകൾ ഭയങ്കരമായിട്ട് ഡയലോഗുകളുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളുണ്ട്. അതുപോലുള്ള കുറേ ഡയലോഗും കാര്യങ്ങളുണ്ട്, കുറേ കോമഡി കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരു 18+ ആണ്. 18+ മൂവി ആയിട്ടാണ് ഞാൻ ഈ സിനിമയെ കണക്കാക്കുള്ളൂ. പിന്നെ ഇത് 18+ അല്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ പിന്നെ സെൻസർ കിട്ടിയിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 18+ ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയെ വിലയിരുത്തുള്ളൂ. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്ററിൽ വന്ന സമയത്ത് കാണാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ലിയോ ഇറങ്ങിയ സമയത്തായിരുന്നു തോന്നുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുമ്പേ അങ്ങനെ എന്തോ ഒരു സമയത്താണ്, ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ. അപ്പോൾ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും